പ്രൈസ് ദി ലോർഡ്. വളരെ പ്രത്യാശയുള്ള ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തെരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്, ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന്, ലക്ഷണങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് കൊടുത്ത മറുപടിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തെരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ കർത്താവ് ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. കഷ്ടങ്ങളുടെ നാളുകളെക്കുറിച്ച്, ദൈർഘ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അന്ത്യകാലത്ത് സംഭവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നുവെങ്കിലും ഈ വചനം ഒരു പ്രവചനാത്മകമായി, ഒരു വാഗ്ദത്തമായി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അവർക്ക് വേണ്ടി അവശേഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആ വാഗ്ദത്തത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്കായി എടുത്ത് നമുക്കത് മനസ്സിലാക്കി തരുന്നു. ഏത് നാളുകളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ നാളുകൾ ദീർഘമായി പോയാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. കാരണം മനുഷ്യൻ കഷ്ടതയിൽ അനുഭവിച്ച് അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അവൻ തകർന്നു പോകും, അധൈര്യപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? കഷ്ടത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ജനിച്ച നാൾ മുതൽ ഒരു ഉന്നമനവും ഇല്ലാത്ത ഒരു ജീവിതമാണ് നമുക്കെങ്കിൽ നമ്മൾ തന്നെ നിരാശരായിത്തീരും. വിശ്വാസ ജീവിതം കൊണ്ടും ക്രിസ്തീയ ജീവിതം കൊണ്ടും ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ ഒരു ധാരണയുണ്ടാകും. എന്നാൽ കർത്താവ് പറയുന്നു, തൻ്റെ വൃതന്മാർ നിമിത്തം കർത്താവ് ഈ കഷ്ടതയുടെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ദീർഘമാക്കി കൊണ്ടുപോവുകയില്ല. വൃതന്മാർ നിമിത്തം അത് ചുരുങ്ങി വരും. അപ്പോസ്തലനായ പൗലോസിന് ഈ വചനം ഒരു ദർശനമായി ലഭിച്ചതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോട് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ താൻ പറയുന്നു, നൊടി നേരത്തേക്കുള്ളതായ നമ്മുടെ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം നമുക്ക് ലഭിക്കുവാൻ അത് കാരണമായി തീരുന്നു. നമ്മുടെ കഷ്ടങ്ങളുടെ സമയത്തെക്കുറിച്ച് പൗലോസ് അങ്ങനെയാണ് തൻ്റെ വെളിപ്പാട് കിട്ടിയത്. നൊടി നേരം, കണ്ണിമയ്ക്കുന്ന നേരം മാത്രം. പത്രോസ് ശ്ലീഹ ആ സമയത്തെക്കുറിച്ച് പറയും, നമ്മുടെ കഷ്ടത്തെക്കുറിച്ച് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമേ നമ്മുടെ കഷ്ടതയുള്ളൂ. നാം പ്രാപിക്കുവാൻ പോകുന്ന നിത്യ തേജസ് ഓർത്താൽ, നമുക്ക് ലഭിക്കുവാനുള്ള തേജസ് ഓർത്താൽ ഈ ഭൂമിയിലെ അല്പകാലത്തെ കഷ്ടം സാരമില്ല എന്നെണ്ണുന്നു. വൃദ്ധന്മാരുടെ ഒരു വലിയ സൗഭാഗ്യകരമായ അനുഭവമാണ് കഷ്ടങ്ങളെ കാണുമ്പോൾ അവർ ഏറ്റുപറയുന്ന ഒരു അനുഭവം, ഓ ഇത് അല്പകാലമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ നീ ദീർഘമായി കാണുമ്പോൾ തകർച്ചയുണ്ടാവും. കർത്താവ് പറയുന്നു, ദീർഘമായി കഷ്ടങ്ങളെ കാണുന്നവൻ, വീക്ഷിക്കുന്നവൻ, ആ ജഡം രക്ഷിക്കപ്പെടുകയില്ല. അവൻ തകർന്നു പോകും, അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ അല്പകാലമേ എൻ്റെ കഷ്ടമുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വൃദ്ധന്മാരാർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അവൻ്റെ കഷ്ടങ്ങളുടെ മുഖത്ത്, അവൻ്റെ പ്രയാസങ്ങളുടെ മുഖത്ത്, ദാരിദ്ര്യത്തിൻ്റെ മുഖത്ത്, ഇല്ലായ്മയുടെ മുഖത്ത്, തിരസ്കരണത്തിൻ്റെ മുഖത്ത് അവൻ ഏകനാക്കപ്പെടുമ്പോൾ ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. ഈ കഷ്ടത മാറും, ഈ സങ്കടങ്ങളൊക്കെ മാറും, ഈ യാതന മാറും, ഈ വേദന മാറും. അങ്ങനെ പൗലോസ് അപ്പോസ്തലനിൽ പ്രത്യാശ വർദ്ധിച്ച് ഒരു ദിവസം താൻ വിളിച്ച് മരണത്തോട് ചോദിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പകാലത്തേക്കേ ഉള്ളൂ ഈ കഷ്ടത മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ വൃദ്ധന്മാരിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ അവൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അല്പകാലമേ ഉള്ളൂ
ആ കഷ്ടതയെ അവനെ ജയിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ കഷ്ടതയെ ജയിക്കുന്ന ഒരു ദിവസമുണ്ട്. അവസാനമായി അവൻ മരണത്തെയും ജയിക്കും എന്നുള്ള പ്രത്യാശ പൗലോസിൽ തിങ്ങി നിറഞ്ഞു വന്നതുകൊണ്ടാണ് താൻ അങ്ങനെ പറയുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? എന്ന് പറഞ്ഞാൽ മരണം അതുവരെയും കാട്ടിക്കൊണ്ടിരുന്നതായ ധാർഷ്ട്യത, ഭയപ്പെടുത്തുന്നതായ ഭീഷണി, മനുഷ്യ ജീവിതത്തിൽ മരണം കൊണ്ടുവരുന്നതായ വലിയ അന്തർമുഖമായ ഒരു ധാരണ, അവരെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് വൃതന്മാർ രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. അവരുടെ പ്രത്യാശ നിമിത്തം അവരുടെ ജീവിതത്തിൽ തന്നെ കഷ്ടങ്ങളെയും യാതനകളെയും പരിശോധനകളെയും ഉപദ്രവങ്ങളെയും കണ്ടുകൊണ്ട് ഇതെന്നെ ദീർഘകാലം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അല്പകാലത്തെ ഈ കഷ്ടം, നൊടി നേരത്തേക്കുള്ളതായ ഈ കഷ്ടം മാറും. ഞാൻ ദൈവസന്നിധിയിൽ, ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതമുണ്ട്. ആനന്ദകരമായ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ലഘുവായ കഷ്ടം ഞാൻ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും അനന്തമായ ഒരു സന്തോഷത്തിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റുവാൻ പോകുന്നതുള്ളതായ ഒരു പ്രത്യാശ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈനംദിനം വിശ്വാസ ജീവിതം വളരെ ലഘുവായി തോന്നും. എന്നാൽ കഷ്ടത്തിൻ്റെ ദൈർഘ്യത്തെ നാം മനസ്സിലാക്കുന്തോറും കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആ നാളുകളെ ചുരുങ്ങിയ കാലയളവായി കാണണം. പ്രയാസങ്ങൾ നേരുമ്പോൾ അല്പകാലമേ ഉള്ളൂ, ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകും. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്കിതിൽ നിന്നൊരു രൂപാന്തരം ഉണ്ടാകും. നാം വ്യത്യസ്തമുള്ളവരാണ്. ലോകത്തിൽ കഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. നാം കഷ്ടങ്ങളെ കാണുമ്പോൾ ഇതെല്ലാം അല്പമായ കഷ്ടമേ ഉള്ളൂന്ന് എണ്ണുവാൻ ഏത് വ്യക്തിക്ക്, ഏത് വിശ്വാസിക്ക്, ഏത് വിളിക്കപ്പെട്ടവന്, ഏത് തിരഞ്ഞെടുക്കപ്പെട്ടവന് സാധിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വളരെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു തുറമുഖത്തെ അവൻ പ്രത്യാശയിൽ കാണുവാൻ കഴിയും, വിശ്വാസത്താൽ കാണുവാൻ കഴിയും. അവൻ്റെ വിശ്വാസ കണ്ണുകൾ പ്രകാശിക്കും, അവനിൽ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഒരു ദിവസം അവൻ മരണത്തെ പോലും വെല്ലുവിളിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരിച്ച് മരണമെന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കും. നീ എന്തൊന്നിനാൽ അങ്ങനെ സംസാരിക്കുന്നു എന്ന് മരണം നമ്മെ പരിഹസിച്ച് ചോദിക്കുമ്പോൾ പൗലോസിന് ഒരു മറുപടിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ശത്രു തോൽക്കുന്നതായ ഒരു വാക്ക് അവൻ്റെ മുഖത്ത്. ജയാളിയായ മരണത്തെ ജയിച്ച, പരിശോധനകളെ ജയിച്ച, കഷ്ടങ്ങളെ ജയിച്ച, പ്രയാസങ്ങളെ ജയിച്ച, നിന്നയെ ജയിച്ച, പരിഹാസത്തെ ജയിച്ച, വിശപ്പിനെ ജയിച്ച, ദാരിദ്ര്യത്തെ ജയിച്ചതായ ഒരു യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഈ ശത്രു അവിടെയാണ് തകരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളെ ദീർഘമായി കാണുവാൻ പാടില്ല. നമ്മുടെ പ്രയാസങ്ങളെ ദീർഘമായി കാണരുത്. ആ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം തന്നെ വിശ്വാസ ജീവിതത്തിൽ നാം ഏറ്റുപറയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശ്വാസ വീരന്മാരായി കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഏറ്റുപറയണം. നൊടി നേരത്തേക്കുള്ള എൻ്റെ കഷ്ടതയിൽ കർത്താവെ നിലനിൽക്കുവാൻ എനിക്ക് കൃപയെ തരണം. സ്തോത്രം. നൊടി നേരത്തേക്കുള്ളതായ എൻ്റെ വേദനയെ സഹിക്കുവാൻ കർത്താവെ എനിക്ക് കൃപ തരണം. അങ്ങനെയുള്ള വൃതന്മാർക്ക് ഒരു പ്രത്യാശയുടെ തുറമുഖം വെളിപ്പെടും. അവരിൽ ക്രിസ്തു വെളിപ്പെടുന്നതായി കാണും. അവരിൽ ജയാളിയായ ക്രിസ്തു വെളിപ്പെടും. അവരിൽ ജയാളിയായ ക്രിസ്തുവിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ പ്രത്യാശയുടെ വചനത്തെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ വൃദ്ധന്മാരായ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു വിഷയമാകരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടങ്ങൾ. അതിൻ്റെ ദൈർഘ്യത്തെ കാണരുത്. നൊടി നേരത്തേക്ക് ഉള്ളൂ ഈ കഷ്ടങ്ങളൊക്കെയും എന്ന് നാം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ദൈവതേജസ്സിൻ്റെ മുഖത്തെ പ്രാപിക്കുവാനും യോഗ്യരായി നാമും നമ്മുടെ തലമുറകളും മാറ്റപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.